ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വർക്കുണ്ടല്ലോ, എഞ്ചിൻ സൗണ്ട് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ഓയിൽ ലെവൽ കുറയണ കംപ്ലൈൻറ്റ്, അതായത് ഓയിൽ കത്തി ലെവൽ കുറഞ്ഞുകൊണ്ട്, പിന്നെ ബ്രേക്ക് ലിവർ ചെക്കപ്പ്, വാട്ടർ സർവീസ് ചെയ്യണം, ജനറൽ സർവീസ് ചെയ്യണം, വൈസറിൻ്റെ ഭാഗത്തു നിന്നൊരു വൈബ്രേഷൻ, ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞതാണ്. എൻ്റെ കിലോമീറ്റർ വെച്ച് നോക്കുമ്പോൾ 11,511 കിലോമീറ്ററാണ് മീറ്ററിൽ കാണുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു അതിൻ്റെ മീറ്റർ മെക്കാനിക്സ് അടയ്ക്കപ്പോൾ നമ്മൾ മാറ്റിയേക്കണതാണ്. അപ്പോൾ നമ്മൾ ഓയിൽ ലെവൽ കുറയണ കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇതിൻ്റെ അവസ്ഥ ഇതാണ്. എഞ്ചിനകത്തേക്ക് വെള്ളം കയറിയേക്കാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നോക്കി, ഹെഡ് കവറിൻ്റെ ഉള്ളിലൊക്കെ വന്നിട്ട് വെള്ളം വന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് അയക്കാണ് കേട്ടോ. ശരിക്കും ഗ്രീസ് പോലെയൊക്കെ ആയിപ്പോയേക്കത്. ഇതേ കണ്ടീഷനിലാണ് വന്നേക്കുന്നത്. ഇതിനകത്ത് വന്നേക്കണത് ഓൾറെഡി വണ്ടിക്ക് ഓയിൽ ലെവൽ കുറയണ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. ഓയിൽ ലെവൽ കുറയണ കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ അതിന് പുറമെ ഇപ്പോഴത്തെ മഴയത്ത് കിട്ടിയാണ് പണിയാണത്. ഈ എയർ ഫിൽറ്ററിൻ്റെ എയർ ഫിൽറ്റർ ബോക്സിൻ്റെ ഈ സൈഡിൽ കൂടെ എയർ ഫിൽറ്ററിലേക്ക് വെള്ളം കയറിയിട്ട് ഇതിൽ കൂടെ വന്നിട്ട് ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ നേരെ എഞ്ചിനിലേക്ക് പോയിട്ടുണ്ട്. കാരണം ഈ വഴി ബ്രീത്തർ പൈപ്പ് വഴി അല്ലാതെ എഞ്ചിനിലേക്ക് ഓയിലിനകത്ത് വെള്ളം മിക്സ് ആവില്ല. അപ്പോൾ അതിൽ കൂടെ കവർ ചെയ്തിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നേക്കണേ. അപ്പം നിലവിൽ ഞാൻ ആ ഒരു കംപ്ലയിൻറ്റ് ഹെഡിൻ്റെ ഭാഗം അഴിക്കുമ്പോഴാണ് ഈ ഒരു അവസ്ഥ കാണുന്നത്. ഇപ്പോൾ എഞ്ചിൻ ഓയിൽ ഊറ്റി നോക്കിയപ്പോൾ ഓയിലിൽ ഇതാണ് വെള്ളം മിക്സായിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് വന്നത്. പാല് പോലെ ഇരിക്കണേ. അപ്പോൾ ക്ലച്ച് കവറിൻ്റെ ഭാഗം കൂടി അഴിച്ചു, അത്രത്തോളം അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കുമ്പോൾ ഫുള്ള് വെള്ളത്തിൽ മുങ്ങി ഈ ഓയിൽ ചെന്നേക്കണ ഭാഗമൊക്കെ ഭാഗങ്ങളെല്ലാം തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള വെള്ളത്തിൻ്റെ പ്രസൻസ് വന്നിട്ടുണ്ടാവും. ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പറ്റണ കേസുണ്ടല്ലോ. നിലവിൽ ഇതിൻ്റെ എല്ലാ ബെയറിങ്ങുകളും കംപ്ലയിൻറ്റ് വരും. പെട്ടെന്ന് വന്നൊന്നുമില്ല, എല്ലാ ബെയറിങ്ങും കംപ്ലയിൻറ്റ് വരും. ഇതിപ്പോൾ നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കിയാലും, ഇപ്പോൾ എഞ്ചിൻ ഫ്ലഷൊക്കെ അടിച്ച് എങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കിയാലും ഇതാണ് അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ. അപ്പോൾ അത് എങ്ങനെ ക്ലീൻ ചെയ്താലും അതിൻ്റെ ഉള്ളിൽ നിന്ന് പോരില്ല. നമുക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് വണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് എഞ്ചിൻ പീസാക്കാം, അതിന് ശേഷം റീസെറ്റ് ചെയ്യുക. ബെയറിങ്ങുകളെല്ലാം തന്നെ മാറ്റി കളയുക. ഇപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ബെയറിങ് അടക്കം കംപ്ലയിൻറ്റ് ഉണ്ടാവും. കാരണം ഇപ്പം നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് വേറെ സൗണ്ടൊന്നും കാണിച്ചില്ല, ടെൻഷനായിട്ട് സൗണ്ട് മാത്രമേ കാണിച്ചോളൂ. പക്ഷേ ഈ ബെയറിങ്ങുകളെല്ലാം തന്നെ കംപ്ലയിൻറ്റിലേക്ക് വരും. അപ്പോൾ അതൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യണം ഏറ്റവും ബെറ്റർ. പിന്നെ നിലവിൽ ഓയിൽ കുറഞ്ഞു പോകുന്നതിൻ്റെ കംപ്ലയിൻറ്റ് സിലിണ്ടറിൻ്റെ കംപ്ലയിൻറ്റ്, സിലിണ്ടർ കിറ്റ് കംപ്ലയിൻ്റ് ആയിരുന്നു. അതിനകത്ത് സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഇതിവിടെ നോക്കുമ്പോൾ അത്യാവശ്യം സ്ക്രാച്ചസ് ഉണ്ട്. നല്ല രീതിയിൽ പിസ്റ്ററിൻ്റെ ഭാഗത്ത് സ്ക്രാച്ച് വന്നിട്ടാണ് ഓയിൽ ലെവൽ കുറയണത്. അത് നമുക്ക് ഈ മുമ്പുണ്ടായ കംപ്ലയിൻ്റാണ്. ഈ പ്രോബ്ലം ഇപ്പോൾ നമുക്ക് മഴയത്ത് കിട്ടിയാണ് കേസാണ് കേട്ടോ. അപ്പോൾ ശരിക്കും എഞ്ചിൻ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് ഇപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ബെയറിങ്ങൊക്കെ ചെക്ക് ചെയ്ത് നോക്കി, കുഴപ്പമില്ലെങ്കിൽ അത് തന്നെ ഇടാം, അതല്ലെങ്കിൽ മാറ്റിക്കളയാം. എപ്പോഴും നല്ലത് അങ്ങനത്തെ ക്രാങ്കിന് കാര്യമായിട്ട് പറ്റിയില്ല. കാരണം ക്രാങ്കിൻ്റെ ശരിക്കും ബെയറിങ് വലിയ ബെയറിങ് വരാം. അത് നമ്മൾ നോക്കിയിട്ട് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം. പക്ഷേ ഗിയർ ബോക്സിൻ്റെ എല്ലാ ബെയറിങ്ങും മാറ്റിക്കളയണം. ഗ്യാസ്കറ്റുകൾ, ഓയിൽ സീലർ, ടെൻഷനർ, ക്ലച്ച് ഡിസ്ക് അടക്കം മാറ്റി റീസെറ്റ് ചെയ്യാം. ക്ലച്ചൊക്കെ ഓൾറെഡി പെട്ടെന്ന് പോവും ഇങ്ങനെ വരുമ്പോൾ. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. എന്തായാലും വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് പറയാം. നമ്മുടെ ഓയിൽ കുറയണ കംപ്ലയിൻറ്റിന് സിലിണ്ടർ മാത്രം ചെയ്താൽ മതി. പക്ഷേ ഈ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഫുള്ളായിട്ട് അഴിക്കേണ്ടി വരും. നമ്മളത് ഫുള്ളായിട്ട് അഴിച്ചിട്ട് വേണം റെഡിയാക്കാനും. പിന്നെ അതിന് ശേഷം നമുക്ക് എൻ്റെ ചെയിൻ സ്പോക്കറ്റൊക്കെ ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ ബാക്കിയത്തെ വർക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് ഫോർക്കിൻ്റെ സൈഡിൽ ഇവിടെയൊക്കെ ഒരു ലീക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയണേ ഇപ്പോൾ നിലവിൽ വേറെ ഒന്നും നോക്കണ്ട. ആദ്യം എഞ്ചിൻ്റെ കേസ് പെർഫെക്റ്റ് ആക്കുക, ക്ലിയറായിട്ട് ക്ലീൻ ചെയ്ത് കറക്റ്റായിട്ട് ചെയ്യുക. അതിന് ശേഷം ഫണ്ട് നോക്കിയിട്ട് അതിൻ്റെ അനുസരിച്ച് ബാക്കിയത്തെ ചെയ്യാം. പിന്നെ ഈ എയർ ഫിൽറ്ററിൻ്റെ ഈ മുകളിൽ തന്നെ ഈ കവർ, അതിൻ്റെ മുകളിൽ തന്നെ അടപ്പ് കാര്യങ്ങളൊക്കെ മാറ്റി റീസെറ്റ് ആക്കാം. കാരണം അതിന് ഒരു കാരണവശാലും വെള്ളത്തിൻ്റെ പ്രസൻസ് അതിൻ്റെ ഉള്ളിലേക്ക് വരാൻ പാടില്ല. എഞ്ചിനിലേക്ക് വെള്ളത്തിൻ്റെ പ്രസൻസ് പോകാനേ പാടില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ആ രീതിയിൽ ക്ലിയർ ചെയ്യാനായിരിക്കും ബെറ്റർ. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് പറയും, അത് ഫുള്ളായിട്ട് അഴിക്കണോ അഴിച്ചിട്ട് ചെയ്യണ്ടേ എന്നുള്ള ദിവസം നോക്കിയിട്ടൊന്ന് പറയും. അങ്ങനെ ചെയ്താലേ കാര്യമുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും വീഡിയോ കണ്ടതിന് ശേഷം അപ്രൂവൽ ഇടാണെങ്കിൽ ഞാനത് എഞ്ചിൻ ഫുള്ളായിട്ട് അഴിക്കാം, അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ.